പതിവ് പോലെ ഓട്ടം കഴിഞ്ഞു വന്ന് മഹേഷ് കിടക്കയിലേക്ക് ചാഞ്ഞു. ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു. അരുണിൻ്റെ ട്രീറ്റായിരുന്നു. ഇടയ്ക്കുള്ളതാണ്. അവൻ മഹേഷിനെ പോലെയല്ല, നന്നായി കാശ് ചെലവാക്കുന്ന കൂട്ടത്തിലാണ്. മഹേഷും തീരെ പിശുക്കനല്ല. ഇടയ്ക്ക് അവനും ട്രീറ്റ് നടത്തും. പുറത്തുനിന്ന് ഫുഡ് ഉണ്ടായിരുന്നത് കൊണ്ട് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് കിടന്നു. പകൽ ഓട്ടത്തിനിടയിൽ ഫോൺ ഉപയോഗിച്ചതേയില്ല. ഇടയ്ക്ക് 1-2 കോൾ ചെയ്യാൻ മാത്രം എടുത്തിരുന്നു. മഹേഷ് കിടക്കയിലേക്ക് ചാഞ്ഞ് ഫോൺ ഓണാക്കി. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തപ്പോൾ തന്നെ കുറേ നേരത്തേക്ക് ചറപറ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നു. ആദ്യം ഒന്ന് വാട്സപ്പിൽ കയറി മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തു. പിന്നെ സമയം പോകാൻ വേണ്ടി ഫേസ്ബുക്ക് എടുത്തു നോക്കി. 3-4 ഫ്രണ്ട് റിക്വസ്റ്റ് കിടപ്പുണ്ട്. അവൻ വെറുതെ അതൊക്കെ ഒന്ന് എടുത്തു നോക്കി. 3 തനിക്കറിയാവുന്നവരാണ്. പക്ഷേ അവസാനത്തേത്... മഹേഷ് അതൊന്ന് തുറന്നു. അവൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. ചിപ്പി ചിന്മയ എന്ന പ്രൊഫൈലിൽ കുറച്ചു നേരം അവനൊന്ന് കുടുങ്ങിക്കിടന്നു. ഇവളെ കാരണം ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു ശിവനെ? മഹേഷ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. വെറുതെയെങ്കിലും ആ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം കിടന്നൊരു ഫോട്ടോ അവൻ വെറുതെ എടുത്തു നോക്കി. ബൊമ്മക്കുട്ടി പോലൊരു കൊച്ചു പെണ്ണ്. കുഞ്ഞി ചുണ്ടുകളും ആവശ്യത്തിന് മാത്രമുള്ള മുടിയും ചെറിയ കണ്ണുകളും ഒക്കെയുള്ളൊരു സുന്ദരി പെണ്ണ്. എന്ത് നിഷ്കളങ്കതയാണ് ആ മുഖത്തിന്! പക്ഷേ വാ തുറന്നാ തീർന്നു. അവനൊന്ന് ഓർത്തുപോയി. ഓരോ ഫോട്ടോയും ഇടയ്ക്കുള്ള വീഡിയോസുമൊക്കെ അവൻ നോക്കിപ്പോയി. 7-8 പോസ്റ്റ് കഴിഞ്ഞ് വന്നതിൽ അവനൊന്ന് നിന്നു. പ്രിയപ്പെട്ടവന് എന്നൊരു ക്യാപ്ഷനോടെ ഹെഡ്സെറ്റുമായിട്ടിരിക്കുന്നൊരു വീഡിയോ. മഹേഷ് അതൊന്ന് പ്ലേ ചെയ്തു. ചെവിക്കുടയിലൂടെ ഒരു കുഞ്ഞു ശബ്ദം ഉള്ളിലേക്ക് തുളച്ചു കയറി. കൃഷ്ണമണി ഒന്ന് വിടർന്നു. തൊട്ടു വിളിക്കൂ, താഴിട്ടു പൂട്ടുമെന്നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എൻ്റെ മാറോടു ചേർത്തൊരു പാട്ടുമൂളൂ, അണിവിരലിനാൽ താളമേടൂ, മെല്ലെ മെല്ലെ എന്നെ നീയുറക്കൂ. മഹേഷ് കണ്ണൊന്ന് ചേർത്തടച്ചു. ആ വരികളിലൂടെ അവനൊന്ന് സഞ്ചരിച്ചു. കൊള്ളാം, നന്നായിട്ട് പാടുന്നുണ്ടവൾ. ഒരു പ്രത്യേക ഭംഗി. വീണ്ടും ബാക്കി കൂടി കേട്ട് കിടന്നു. വല്ലാത്തൊരു ഭംഗി ആ പാട്ടിന്. ഇതുവരെ തോന്നാത്തൊരു ഭംഗി. വീണ്ടും അവൻ ആ പാട്ടൊന്ന് കേട്ടു നോക്കി. വേറെയും 1-2 പാട്ട് പാടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെയും പഴയ പാട്ടുകൾ. മഹേഷ് ആ പ്രൊഫൈലിൽ നിന്നിറങ്ങി മെസ്സഞ്ചറിൽ കയറി നോക്കി. അവിടെയോ ഉണ്ടാ പൊട്ടിപ്പെണ്ണ്. ഹായ് മഹേഷ് ഏട്ടാ. ഗുഡ് നൈറ്റ് മഹേഷ് ഏട്ടാ. ഗുഡ് മോർണിംഗ് മഹേഷ് ഏട്ടാ. ഗുഡ് ഈവനിങ് മഹേഷ് ഏട്ടാ. ഹലോ. തുടരെ അയച്ചിട്ടുണ്ട്. വട്ടുപെണ്ണ്. പല്ലുകൾക്കിടയിൽ ആ വാക്കുകൾ കുരുങ്ങിപ്പോയി. റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. അല്ലെങ്കിലേ ആകെ ശല്യമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം മൈൻഡ് ചെയ്തില്ല. ചാറ്റിൽ നിന്ന് ഇറങ്ങി മഹേഷ് ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. ഏട്ടൻ വന്നെങ്കിലും പിറ്റേന്നത്തെ ക്ലാസ് മുടക്കിയില്ല. കൊണ്ടുവന്ന മിഠായിയൊക്കെ പൊതിഞ്ഞെടുത്തുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയത്. മഹേഷ് ഏട്ടൻ്റെ ഓട്ടോയിൽ ഇപ്പോൾ കയറാറില്ല. മനഃപൂർവ്വമല്ല, ആളെ കണ്ടു കിട്ടുന്നില്ല. പിന്നെ അന്നച്ഛൻ പറഞ്ഞിരുന്നു ഇനിയുള്ള യാത്ര ബസ്സിലായാൽ മതിയെന്ന്. അതുകൊണ്ട് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ സമയം ചിലപ്പോൾ മാത്രം മഹേഷ് ഏട്ടനെ കണ്ടെന്ന് വരും. വൈകുന്നേരവും അതെ. ക്ലാസ്സിലെത്തി വൈകുന്നേരം വരെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. രാവിലെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങണമെന്നും പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്നും 200 രൂപ വാങ്ങിച്ചെടുത്തിരുന്നു. വേറൊന്നിനുമല്ല, മഹേഷ് ഏട്ടൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് വാങ്ങണ്ടേ, അതിനു വേണ്ടി. ആ കാര്യം പറഞ്ഞ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വായിൽ വന്നൊരു നുണ അങ്ങ് തട്ടിവിട്ടു. ഞങ്ങൾ 5 കൂടി തന്നെയാണ് കടയിൽ പോയത്. സ്കൂളിൻ്റെ അടുത്തുള്ളൊരു ഗിഫ്റ്റ് ആൻഡ് ഫാൻസി കടയിൽ. ഒരുപാട് സാധനങ്ങൾ അവരെടുത്ത് കാണിച്ചു. ഒന്നും അങ്ങോട്ട് തൃപ്തി വന്നില്ല. എടി ഇത് നോക്കിയേ. ചില്ല ഗ്ലാസ് കൊണ്ടുള്ളൊരു ട്യൂബ്. അതിനുള്ളിൽ ഒരു ഹാർട്ടുണ്ട്. പിന്നെ ചുവപ്പ് നിറത്തിലൊരു ലിക്വിഡ് നിറച്ചു വെച്ചിരിക്കുന്നു. കാണാനൊരു ചേലുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് നിത്യ കയ്യിലേക്ക് തന്നു. അതൊന്ന് തിരിച്ചും മറിച്ചും നോക്കി. ഡി, നിന്റെ ഉള്ളം കൈ കൊണ്ടൊന്ന് അമർത്തിക്കേ. ആ വെള്ളം ഹാർട്ടിനുള്ളിൽ നിറയുന്നത് കാണും. നിത്യ വലിയ കാര്യത്തോടെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അതേപോലെ അമർത്തി നോക്കി. ആദ്യമൊന്ന് കയറിയില്ല. പക്ഷെ 2ാമത്തെ പ്രാവശ്യം പകുതിയിൽ കൂടുതൽ വെള്ളം ആ ഹാർട്ടിനുള്ളിൽ കയറി.
നിനക്ക് പുള്ളിയോട് ഇത്ര ഇഷ്ടമുണ്ട്. നിത്യ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്ക് മനസ്സിലായില്ല. അതെന്താ? ദേ ഇതിത്രയും നിറഞ്ഞു. ഞാൻ അവളെയും ആ ഗിഫ്റ്റിലേക്ക് മാറി മാറി നോക്കി. ഇത് തെറ്റാണ്. എനിക്ക് ഇതിൽ കൂടുതൽ മഹേശ്വരൻ്റെ ഇഷ്ടമുണ്ട്. ഇഷ്ടമാകാത്തതുപോലെ ഞാൻ ആ ഗിഫ്റ്റ് മാറ്റിവെച്ചു. അപ്പം ഇത് വേണ്ടേ? വേണ്ട, വേറെ നോക്കാം. അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കണ്ണ് കണ്ടൊന്ന് പരതി. ആൻറ്റി, ദേ അതൊന്നെടുത്തേ. ഞാൻ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്ത കുഞ്ഞു പ്രതിമ ആ കടയിലെ ആൻറ്റി എൻ്റെ കയ്യിലെടുത്ത് തന്നു. കണ്ണൻ്റെ തോളിൽ ചാരിക്കിടക്കുന്ന ഒരു രാധ, അവളെ നോക്കിയിരിക്കുന്ന കൃഷ്ണൻ, ഓറഞ്ച് നിറത്തിലുള്ളൊരു ബിംബം. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഞാനത് തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എൻ്റെ കൂടെ ഉള്ളതുങ്ങളും. അവരും ചിരിച്ചു. മതി, ഇത് മതി. മഹേഷേട്ടന് ഇഷ്ടമാകും, ഉറപ്പാ. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. ആൻറ്റി, ഇതിനെത്രയാ? കയ്യിൽ പിടിച്ചിരുന്ന ബിംബം അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാൻ തിരക്കി. 320 270 തരാം. ഞാൻ നിത്യയെയും പൂജയെയും ഒക്കെ നോക്കി. എടീ, എൻ്റെ കയ്യിൽ ആകെ 230 രൂപയെ കാണൂ. നിരാശയോടെ എൻ്റെ തല താണു. ആണോ? എൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്നെ നോക്കിക്കൊണ്ട് തന്നെ അവൾ ബാഗിൽ നിന്ന് ഒരു 20 രൂപ എടുത്തു തന്നു. ഇനിയും വേണം 20 രൂപ. അതറിഞ്ഞുകൊണ്ട് പൂജയും മോസിനെയും കൂടി ബാക്കി പൈസയും ഇട്ടു. ഒത്തിരി സന്തോഷം തോന്നി. അവരോട് ഒരുപാട് ഇഷ്ടവും. എനിക്ക് വേണ്ടി സഹായിച്ചല്ലോ, പാവങ്ങൾ. ഗിഫ്റ്റ് പേപ്പറിൽ തന്നെയാണ് പൊതിഞ്ഞു വാങ്ങിച്ചത്. നാളെയോ മറ്റന്നാളോ അരുണിമയുടെ കയ്യിൽ കൊടുത്തിട്ട് മഹേഷേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. വാങ്ങിയാൽ മതിയായിരുന്നു. കൃഷ്ണൻ ഇന്ന് വിളിച്ചുപോയി. ആവി പാറുന്ന ചായയും ചൂടടയും മുന്നിൽ കൊണ്ടുവച്ചു. മീനാക്ഷി ഒരു ഗ്ലാസ് എടുത്ത് ഒന്ന് മുത്തി കുടിച്ചു. TV വെച്ചിട്ടുണ്ട്, അതിലാണ് ശ്രദ്ധ. അച്ഛനും അമ്മയും അടുത്തു തന്നെയുണ്ട്. അച്ഛൻ കണ്ണടച്ച് കിടക്കുവാണ്. ഈ നേരത്തൊരു മയക്കം പതിവാ. ശല്യം ചെയ്യാൻ പോകില്ല ആരും. അമ്മ സീരിയൽ കാണുന്നു, ഒപ്പം അവളും. നീ എന്താ ഇത്ര നേരത്തെ? പടികടന്ന് വരുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ അമ്മ ചോദിച്ചു. ഹാളിൽ നിന്നുകൊണ്ട് തന്നെ മഹേഷ് ഷർട്ടിൻ്റെ ബട്ടൺ ഒന്നഴിച്ചു. തലവേദന ഉച്ച മുതൽ തുടങ്ങിയതാ. അച്ഛൻ കിടക്കുന്ന കിടക്കയ്ക്കരികിൽ വെച്ചിരിക്കുന്ന വിക്സിറ്റിൻ തുറന്ന് കുറച്ചെടുത്ത് നെറ്റിയിൽ പുരട്ടുന്നതിനോടൊപ്പം അവൻ പറഞ്ഞു. അമ്മയൊന്ന് മൂളി. ചൂടുവെള്ളം മനത്തട്ടെ, ആവി പിടിക്കാൻ. അവർ വീണ്ടും അവൻ്റെ മുഖത്ത് നോക്കി. വേണ്ടെന്ന പോലെ തല വെട്ടിച്ചവൻ മുറിയിലേക്ക് നടന്നു. ഒന്ന് കിടന്നാൽ മതി, മാറിക്കോളും. മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ തൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞു. ഇന്ന് കടയിലൊരു കൊച്ചു വന്നിരുന്നമ്മേ. മീനാക്ഷി ചായ ഊതി കുടിക്കുന്നതിനോടൊപ്പം അവരെ നോക്കി പറഞ്ഞു. ഏതു കൊച്ച്? അഞ്ജുവിൻ്റെ വീടിനടുത്തുള്ളതാ. ചിന്മയ, ചിപ്പിന്ന് വിളിക്കും. അവളൊന്ന് ചിരിച്ചു. പക്ഷേ മുറിയിൽ കിടന്ന മഹേഷ് ആ പേര് കേട്ടൊന്ന് ഞെട്ടി. ഇനി ഇത് അവളാകുമോ? ചിന്തിക്കാതിരിക്കാനായില്ല. അത്രയ്ക്ക് വളഞ്ഞ വിത്താണേ. ഓ, അതിന്? അതിനൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ. ഒരു കിലുക്കാമ്പെട്ടി. ഒരു നേരം വായടച്ച് വെക്കില്ല. കെർച്ചീഫ് വാങ്ങാൻ വന്നതാ. 1/2 മണിക്കൂർ കടയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട്. ആ കൊച്ചിൻ്റെ അച്ഛൻ പെങ്ങൾ അപ്പുറത്തെ വീട്ടിലവർ. ഏത്, സുധയോ? ആ അതെ, ഇന്ന് പറഞ്ഞതാ. പുറത്തെ സംസാരങ്ങളൊക്കെ അവൻ ശ്രദ്ധിച്ചു കേട്ടു. പെണ്ണൊരു പൊട്ടിയാണ്. എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോയെന്നറിയണ്ടേ? ഭാഗ്യം, കൂടുതലൊന്നും മീനു പറഞ്ഞില്ല. പിന്നെ ആ സംസാരം കേട്ടതുമില്ല. മഹേഷ് ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടു. ലോകത്തില്ലാത്തൊരു തലതെറിച്ച പെണ്ണിൻ്റെ ദൈവമേ. കമിഴ്ന്ന് കിടന്നുകൊണ്ടവൻ ഒരു തലയണെടുത്ത് മുഖത്ത് അമർത്തി പിടിച്ചു. ദിവസങ്ങൾ പിന്നെയും 2 കടന്നു. ഇന്ന് മഹേഷേട്ടൻ്റെ പിറന്നാളാണ്. റിപ്ലൈ ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും കൃത്യം 12 മണിക്ക് തന്നെ വിഷ് ചെയ്തു. എൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും. തലേന്ന് തന്നൊരു പട്ടുപാവാടയും ബ്ലൗസും തേച്ചു വെച്ചിരുന്നു. അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ. ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എന്നാ പോകുന്നേ? അലാറം വെച്ച് എഴുന്നേറ്റ് കൃത്യം 6 മണിക്ക് തന്നെ. നിർമ്മാല്യം തൊഴണമെന്നുണ്ടായിരുന്നു. പക്ഷേ വെളുപ്പിന് പോകുന്നത് പാടാണ്. പിന്നത്തേക്ക് മാറ്റിവെച്ചു. മഹേഷേട്ടൻ എൻ്റെ ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ എത്ര ഇരുട്ടാണെങ്കിലും ഞങ്ങൾക്ക് പോകാലോ. ഞാനും ഏട്ടനും കൂടി രാവിലെ ഒരുമിച്ച് എഴുന്നേറ്റു. ഒന്നിച്ചു കുളിച്ചു. വിറയലോടെ കെട്ടിപ്പുണർന്ന വെപ്രാളത്തിൽ ഒരുങ്ങിയിറങ്ങി ഒരു ദിവസം വെളുപ്പിന് പോയി നിർമ്മാല്യം തോഴും. ഉള്ളിൽ കൂടി ഒരു വിറയൽ അങ്ങ് കടന്നുപോയി. ആ ഒരു നിമിഷം സങ്കല്പിക്കുമ്പോൾ തന്നെ കുളിരു പോരുന്നു. അങ്ങനെയെങ്കിൽ അനുഭവിക്കുമ്പോഴോ? അധികം ചിന്തിക്കാൻ നിന്നില്ല. പെട്ടെന്ന് കുളിച്ചിറങ്ങി. തൊഴുതു വന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. ഇന്ന് എന്തായാലും മഹേഷേട്ടൻ്റെ ഓട്ടോയിൽ കയറണം. വൈകുന്നേരം ആകട്ടെ, വിഷ് ചെയ്യണം എന്തായാലും. ചന്തുവേട്ടനെയും കൂട്ടി പോകാൻ അച്ഛൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് നിരസിച്ചു. ഏട്ടൻ വന്നാൽ വെപ്രാളാകും. ഒന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. എനിക്ക് കണ്ണനോട് ഒരുപാട് പറയാനുള്ളതാണ്, ഒരുപാട്.
നിറച്ചാർത്തോടെ നിൽക്കുന്ന കണ്ണനെ കൺകുളിർക്കെ കണ്ടു. മതിവരാതെ നോക്കിയായിട്ടാണ് കണ്ണടച്ച് പ്രാർത്ഥിച്ചത്. പറയാൻ പുതുതായി ഒന്നുമില്ല. മഹേഷേട്ടന് വേണ്ടിയും ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയും മാത്രം പ്രാർത്ഥിച്ചു. മഹേഷേട്ടൻ്റെ നക്ഷത്രം അറിഞ്ഞില്ല. അല്ലെങ്കിലും ഒരു പുഷ്പാഞ്ജലിയോ വെണ്ണ നിവേദ്യമോ നടത്തായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു വിഷമം തോന്നി. പക്ഷെ പിന്നത്തേക്ക് അത് മാറ്റിവെച്ചൊരാശ്വാസം കണ്ടെത്തി. പ്രസാദം വാങ്ങി ഇറങ്ങാൻ നേരത്താണ് ഒരു കാര്യം ഓർത്തത്. ഇന്നെന്തായാലും അരുണിമയുടെ അരുണേട്ടം വഴി മഹേഷേട്ടൻ്റെ കയ്യിലേക്ക് ഗിഫ്റ്റ് കിട്ടും. പുള്ളി അത് വാങ്ങിക്കണേ എന്നും കൂടി മനമുരുകി പ്രാർത്ഥിച്ചു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അളിയ. അരുൺ മഹേഷിൻ്റെ ഓട്ടോയ്ക്കുള്ളിൽ കയറിയിരുന്നു കൊണ്ട് വിഷ് ചെയ്തു. മഹേഷ് ഒന്ന് ചിരിച്ചു. ഇതാടാ എൻ്റെ ഗിഫ്റ്റ്. അരുൺ ഉള്ളിൽ ചെറിയ പേടിയോടെ, എന്നാൽ പുറമെ അത് കാണിക്കാതെ മഹേഷിനെ നേർക്ക് നീട്ടി. അവനൊന്ന് പുരുകൻ ചുളിച്ചു. ഇതെന്താടാ? മഹേഷ് ഉറ്റുനോക്കി. ഇത് നിനക്കുള്ള എൻ്റെ പിറന്നാൾ സമ്മാനം. ഇത്രയും നാളില്ലാതിരുന്നൊരു പിറന്നാൾ സമ്മാനം എൻ്റെ ഇപ്പോൾ. മഹേഷിൻ്റെ നെറ്റിയിൽ ചുളിവ് വീണു. അരുൺ പക്ഷേ കൂളായി തന്നെയിരുന്നു. ഒരിക്കലും അവൻ അറിയാൻ പാടില്ല ശരിക്കും ഇത് ആര് തന്ന ഗിഫ്റ്റാണെന്ന്. കൂട്ടുകാരനെ പറ്റിക്കുന്നതിൽ ചെറിയ വിഷമമുണ്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവളുടെ നിർബന്ധമാണ് അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടി കൂടിയാകുമ്പോൾ. പോരാത്തതിന് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ, ആ കൊച്ചൊന്നമ്മേ ഇവൻ്റെ പുറകെ നടക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എൻ്റെ അളിയ, തരാൻ തോന്നി തന്നു. ഇന്നലെ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ ഇത് കണ്ടിഷ്ടായി, അതുകൊണ്ട് വാങ്ങിയതാ. മഹേഷ് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അരുണിൻ്റെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് വാങ്ങി. തുറന്നു നോക്ക്. അരുൺ നിർബന്ധിച്ചപ്പോഴാണ് മഹേഷ് സാധനം തുറക്കുന്നത് തന്നെ. കണ്ണൊന്ന് വിടർന്നു. മനോഹരമായൊരു കൃഷ്ണനും രാധയും. അധികം വലിപ്പമില്ലാത്തൊരു ചെറുത്, പക്ഷെ നല്ല ഭംഗിയുണ്ടതിന്. താങ്ക്സ് ഡാ, ഒത്തിരി ഇഷ്ടമായി. അവൻ അരുണിനെ ഒന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു. ഒപ്പം ആ ബിംബം തൻ്റെ ഓട്ടോയിലേക്ക് എടുത്തു വെച്ചു. മഹേഷേട്ടന് കൊടുക്കാൻ ഒരു ഡയറി മിൽക്ക് വാങ്ങിയാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. കവലയിലെത്തിയപ്പോൾ കാലൊന്ന് നിന്നു. കണ്ണ് ബാങ്കിലേക്ക് പോയി. അച്ഛനെങ്ങാനും അവിടെ ഉണ്ടെങ്കിലോ എന്ന ചിന്ത. കണ്ണൻ കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആരും ഉണ്ടായിരുന്നില്ല. പാറയ്ക്കൽ. അടുത്തു നിന്ന് കുറച്ച് ഉറക്കെ തന്നെ പറഞ്ഞു. ആള് കിടക്കുവാണ്. കുനിഞ്ഞടുത്ത് ചെന്ന് ഷോൾഡറിൽ ഒന്ന് തട്ടുമ്പോഴാണ് കണ്ണ് ആ കൃഷ്ണരൂപത്തിൽ ഉടക്കിയത്. എൻ്റെ സമ്മാനം, എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയുള്ള എൻ്റെ സമ്മാനം.